രാജ്ഭവൻ സർക്കാർ പോര് മൂർധന്യതയിൽ. രാജ്ഭവനിലെ പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കണോ എന്നതിൽ പുനരാലോചന നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതേസമയം മുഖ്യമന്ത്രിയെ രേഖാമൂലം അതൃപ്തി അറിയിക്കാനാണ് ഗവർണറുടെ തീരുമാനം. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം എണ്ണിപ്പറയാനും ആർലേക്കറുടെ നീക്കം. അതേസമയം എക്സിൽ പരസ്യമായി ഗവർണറോട് പോരടിച്ച മന്ത്രി വി ശിവൻകുട്ടി ഗാന്ധിയുടെ പ്രതിമയിൽ വെടിവെക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ പറ്റില്ലെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഇനി യുദ്ധത്തിന്റെ നാളുകൾ. സർക്കാരും രാജ്ഭവനും വിട്ടുവീഴ്ചയ്ക്കില്ല. മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടിയിൽ ഇറങ്ങിപ്പോയതിലെ അതൃപ്തി രേഖാമൂലം മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ കത്തിൽ വ്യക്തമാക്കും. മന്ത്രിയുടെ പരാമർശങ്ങളും കത്തിൽ ഉൾപ്പെടുത്തും. എന്നാൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് തുടരുകയാണെങ്കിൽ ഇനി രാജ്ഭവനിലെ പരിപാടികളിൽ മന്ത്രിമാരെ പങ്കെടുപ്പിക്കുന്നത് സർക്കാർ പുനരാലോചിക്കും. ഇന്നലെ ആർലേക്കർക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നിലപാട് കടുപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ വെടിവെക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ അനുവദിക്കില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട്. RSSന്റെ പേര് പറഞ്ഞെന്നും ഗവർണർ ഞങ്ങളെ വിഷയപ്പെടുത്താനും വരട്ടാനൊന്നും വരണ്ട, അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. RSS നേതാവ് എന്നുള്ള നിലയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ തിരിച്ചും അതേ രൂപത്തിലുള്ള പെരുമാറ്റം തന്നെ ഉണ്ടാവും. ഗവർണറും മന്ത്രിയും തമ്മിലുള്ള പോര് എക്സ് പോസ്റ്റിലേക്കും പടർന്നു. ഭാരതാംബ ചിത്രം മാറ്റില്ല എന്ന ഗവർണറുടെ പോസ്റ്റിനടിയിൽ ഭരണഘടനയ്ക്കൊപ്പം നിൽക്കുമെന്ന് മന്ത്രി മറുപടിയിട്ടു. പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ എത്രത്തോളം എന്ന കാര്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം. ഗവർണർമാരിലെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. കുട്ടികൾ തെറ്റായി പഠിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ, ശരിയായി തന്നെ പഠിച്ചു പോകണമല്ലോ. കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതിപ്പിക്കാം. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കൂടുതൽ മന്ത്രിമാർ രംഗത്തെത്തി. മതപരമായ ചിഹ്നങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയമായ മറ്റ് വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളടക്കമോ ഒന്നും പ്രചരിപ്പിച്ച് ആ സങ്കേതം അതിൻ്റെ പരിപാവനമായ ഉള്ളടക്കത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരായി ദേശാഭിമാന പ്രചോദിതമായ വീക്ഷണമുള്ള ഏതൊരു ജനവിഭാഗവും മുന്നോട്ട് വന്ന് ആ ഭരണഘടനാ ലംഘനത്തെ എതിർക്കും. ശിവൻകുട്ടിയുടേത് മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ നിലപാടെന്ന് പ്രഖ്യാപിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയ പോര് മുറുക്കി. മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. തർക്കത്തിൽ CPIM മന്ത്രിമാരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് UDFും സ്വീകരിച്ചു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്തു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഭാരതാംബയാവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത്. ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് അത് ചെയ്യുന്നവരുടെ അവകാശമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിരോധിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഭാരതാംബ വിവാദമെന്നും സുരേഷ് ഗോപി. പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഉച്ചയോടെ രാഷ്ട്രീയ തർക്കം തമ്മിൽ തല്ലായി പരിണമിച്ചു. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ SFI ABVP പ്രവർത്തകർ തമ്മിലടിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ABVP പ്രവർത്തകരും രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരും തമ്മിലായിരുന്നു കൂട്ടത്തല്ല്. വിവാദങ്ങളുടെയും തമ്മിലടിയുടെയും പശ്ചാത്തലത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.